ഹലോ ഫ്രണ്ട്സ്, ആഷിഫാണ്. അനിയൻ സ്വാഗതം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത് വയനാട്ടിലെ വയനാട് ഹെറിറ്റേജ് മ്യൂസിയം. വയനാട്ടിലൊരു അടിപൊളി കാണേണ്ട ഒരു സ്പോട്ടാണത്, വയനാട് ഹെറിറ്റേജ് മ്യൂസിയം. അപ്പോൾ നമ്മൾ ഇന്ന് അവിടുത്തെ വീഡിയോസാണ്, അവിടുത്തെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാഴ്ചകളാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തൊട്ടടുത്ത് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. വലിയ ചാട മീൻ പിടിക്കാൻ ഉപയോഗിച്ചിരുന്ന സാധനം കേട്ടോ. ഇത് പണ്ട് മീൻ പിടിക്കാൻ ഉപയോഗിച്ച സാധനം. ഇതും അതേപോലെ തന്നെ പണ്ട് മീൻ പിടിക്കാൻ ഉപയോഗിച്ചിരുന്ന സാധനമാണ്. ഇത് മീൻ കൂട്, മീൻ പിടിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന കെണിയാണ്. അതൊക്കെ മീൻ പിടിച്ചു കഴിഞ്ഞിട്ട് മീൻ പിടിച്ച് അത് ഇട്ട് വെക്കാനുള്ള സാധനം, മീൻ കൂടകൾ, പിടിച്ച മീനിനെ ഇടാനുള്ള പാത്രം. എന്താല്ലേ നല്ല അടിപൊളിയായിട്ട് മുടഞ്ഞ്. ഈ സാധനത്തിൻ്റെ പേര് എന്താണ്? തട്ട. പശുവിൻ്റെ കഴുത്തിൽ ഇപ്പോൾ കാലത്ത് മണി അടിക്കുന്ന ഒരു സൗണ്ട് ഉണ്ടല്ലോ, അതിന് പകരം കെട്ടിയിരുന്ന ഒരു സാധനം കേട്ടോ, മരം കൊണ്ടുണ്ടാക്കിയത്. ഈ സാധനമാണ് പണ്ട് നെല്ല് അതേപോലെ ധാന്യങ്ങളൊക്കെ ഇട്ട് സൂക്ഷിക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്ന അതിനുള്ള സാധനമാണ്. ഇത് വലിയ കൊമ്മ എന്നാ പറയുക. പിന്നെ അതേപോലെ തന്നെ അത് ചെറുതാണ്, അതിൻ്റെ തന്നെ ചെറുതാണ് ഈ സാധനം. അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. അതൊക്കെ എന്തൊക്കെയാണ്, എന്തിനൊക്കെ ഉപയോഗിച്ചിരുന്നതെന്നുള്ളത് എനിക്ക് കറക്റ്റ് അറിയില്ല. ഇതെന്താ സാധനം? ധാന്യങ്ങൾ, പച്ചക്കറികൾ, അങ്ങനെയൊക്കെയുള്ള പണ്ട് ഇട്ട് വെക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ്. വേറെ സാധനങ്ങൾ വെണ്ണങ്ങൾ, അടുപ്പിന് മുകളിൽ സാധനങ്ങൾ ഉണക്കാൻ ഉപയോഗിക്കുന്നത്. ഇതാണ് അടുപ്പിൻ്റെ മുകളിൽ സാധനങ്ങളൊക്കെ ഉണക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഇത് എനിക്ക് തോന്നുന്നത് ചാണകമാണ് തോന്നുന്നത്. കാരണം ചാണകം എടുത്ത് അതിൽ തേച്ച് ഓരോ സാധനത്തിൻ്റെ പേര് ഞാൻ പറഞ്ഞുതരാം. അത് കത്തിയമ്പ്, ഈ സാധനമാണ് കത്തിയമ്പ് എന്ന് പറഞ്ഞ സാധനം. എടുത്ത് എറിയുന്നതാണത്.
പിന്നുള്ളത് ഇതാ കുന്തം. കുന്തം എന്ന് പറഞ്ഞ ആ ഒരു സാധനം ഇതാണ് കേട്ടോ, ഈ ഒരു കാണുന്നത്. വെള്ളഞ്ഞിക്കോല്, ഈ സാധനമാണ് വെള്ളഞ്ഞിക്കോൽ. വീൽക്കണി, ഈ സാധനമാണ് വീൽക്കണി എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. എങ്ങനെയൊക്കെയാണ് ഇത് ഉപയോഗിക്കുക എന്നുള്ളത് അറിയില്ല, പണ്ടുള്ളവർ എങ്ങനെയൊക്കെയാണ്. ഇതാണ് ഉറുമി എന്ന് പറഞ്ഞ സാധനം കേട്ടോ. പണ്ട് കാലത്തുള്ള സംഗീതോപകരണങ്ങളാണ്. ഇതിൻ്റെ പേരാണ് എന്താണ്, തുടി. പിന്നുള്ളത് ചിഹ്നം, ഈ സാധനമാണ് ചിഹ്നം എന്നത്. പണ്ടുള്ള ഉപ്പും മുളകും വിളമ്പാൻ ഉപയോഗിച്ചിരുന്ന സാധനം. തണ്ണിത്തെരിക, ചോറൂറ്റി. ചോറൂറ്റി എന്ന് പറയുന്ന സാധനമായിട്ടത്. അതായത് ചോറ് ഊറ്റാൻ ഉപയോഗിച്ച സാധനം. ചട്ടുകങ്ങൾ, പിന്നെ അതേപോലെ ഇതെന്താണ്, ചോറ് കോരാൻ ഉപയോഗിച്ചിരുന്ന മരത്തിൻ്റെ വലിയ തവി. മുക്കി, അതിൽ നിന്ന് മുക്കിയെടുക്കാൻ ഉപയോഗിക്കുന്ന സാധനം, അതിന് ഒരു തരം തവിയാണ്. കലത്തെരിക, പണ്ട് പശുവിനെയൊക്കെ കറക്കാൻ ഉപയോഗിക്കുന്ന, പാല് കറന്നെടുക്കാൻ വേണ്ടി ഉപയോഗിച്ച സാധനങ്ങളാട്ടോ ഈ സാധനം. പാല് കറക്കാൻ ഉപയോഗിച്ചിരുന്ന പാത്രങ്ങൾ. ഇതാണ് ഈ അരനാഴി എന്ന് പറഞ്ഞ സാധനം കേട്ടോ. അരനാഴി, നമ്മൾ ഫിലിമിനൊക്കെ കാണുന്ന ആ ഒരു അരനാഴി എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ, ആ സാധനം. ഇതൊരു ഉറിയാണ്, മുളയുടെ നാര് കൊണ്ടുണ്ടാക്കിയത്. തുണികൾ ഇട്ട് വെക്കാൻ വേണ്ടി ഉപയോഗിച്ചൊരു സാധനം. അങ്ങനെയല്ല. പിന്നെ കല്ലിൽ കൊത്തിവെച്ചിട്ടുള്ള ഒരുപാട് പ്രതിമകളാണ് ഇവിടെ കണ്ടിട്ട്. ഓരോ ശില, ആട്ടക്കൂരി, ഭിക്ഷാടനമൂർത്തി. നല്ല വെയിറ്റ് ആട്ടോ, നല്ല വെയിറ്റ് ഉള്ള സാധനം. ഇതാണ് തൂക്കുകട്ടി എന്ന് പറഞ്ഞ സാധനം കേട്ടോ. തൂക്കുകട്ടി.